ലയൺസ് ക്ലബ് കലൂർക്കാട് രൂപീകൃതമായി. പൈങ്ങോട്ടൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കലൂർക്കാട് ലയൺസ് ക്ലബ് രൂപീകൃതമായത്. പ്രസിഡന്റ് ജിബിൻ ജോർജ് റാത്തപ്പള്ളി ചുമതലയേറ്റു. കൗൺസിൽ ചെയർമാനും ഏരിയ ഗാറ്റ് ലീഡറുമായ അഡ്വക്കേറ്റ് KV വാമനകുമാർ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് പൈങ്ങോട്ടൂർ പ്രസിഡന്റ് ജെയ്സൺ ജോയി അധ്യക്ഷത വഹിച്ചു. വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KV ഷൈൻകുമാർ കലൂർക്കാടിന്റെ അംഗങ്ങളെ ഇൻഡക്ട് ചെയ്തു. വൈസ് ഗവർണർ JH VS 2025-26 വർഷത്തെ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കലൂർക്കാട് ലയൺസ് ക്ലബിന്റെ സർവീസ് പ്രോജക്റ്റിന്റെ ഉദ്ഘാടനവും നാഷണൽ അവാർഡ് വിന്നർ ടോണിക് തോമസ്, പഞ്ചഗുസ്തി സ്റ്റേറ്റ് ചാമ്പ്യൻ അജീഷ് ചക്കിട്ടുകുടി, MG യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ചിഞ്ചു മരിയ ഷൈബു എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ആദരിച്ചു. അനീഷ് കച്ചരയിൽ സ്വാഗതവും സെക്രട്ടറി സിജോ ജോർജ് നന്ദിയും പറഞ്ഞു. ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഒരു ലയൺസ് ക്ലബ് കലൂർക്കാട് വേണമെന്നൊരു ആഗ്രഹം ജിബിൻ പറയുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് 24 കുടുംബാംഗങ്ങളെ, അത് ഏകദേശം ഒരു 6-7 മാസത്തെ പ്രയത്നം ഇത്രയും ക്ഷമയോടെ ജിബിൻ നേതൃത്വത്തിൽ ആ ഒരു ക്ലബ്ബ് ഫോം ചെയ്യാനായിട്ട് എടുത്ത ഏർപ്പാടിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ കൂടിയിരിക്കുന്നത്. ഏകദേശം ഒരു ജൂലൈ മാസം ഈ 2024 ജൂലൈ മാസം തുടങ്ങിയ ഒരു ജേർണിയാണ് 24 കുടുംബാംഗങ്ങളെ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഫലമായിട്ട് സാധിച്ചത്. നിങ്ങളെല്ലാവരും ഇപ്പം നമ്മുടെ പറഞ്ഞുകൊണ്ട് നമ്മൾ പല ഓറിയന്റേഷനുകളും കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞു. ലയൺസ് ക്ലബ് എന്താണ്, നമ്മുടെ മോട്ടോ എന്താണ്, അതൊന്നും നമ്മുടെ ഒരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ ഒരു ലയൺസ് ക്ലബ് കലൂർക്കാട് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി ആ ബിസിനസ് ഷോപ്പിന്റെ പേര് പാർലെ ആഗ്രോ എന്നാണ്. നിങ്ങൾ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. പാർലെ ആഗ്രോയുടെ ഏറ്റവും ലീഡിംഗ് പ്രോഡക്റ്റ് ഫ്രൂട്ടിയാണ്. ഇന്ത്യയിലെ ഫ്രൂട്ടിയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ 96% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു പാക്കേജ്ഡ് ജ്യൂസ് ഡ്രിങ്ക് ആണ് ഫ്രൂട്ടി എന്ന് പറയുന്നത്. 17ാമത്തെ വയസ്സിൽ അച്ഛൻ്റെ കൂടെ നദിയ ചൗഹാൻ ബിസിനസ് ചേർന്നപ്പോൾ ഈ ഫ്രൂട്ടിയെ മാത്രം വെച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ പോരാ, എന്തെങ്കിലും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ, ഒരു വൈവിധ്യവൽക്കരണം തന്റെ കമ്പനിയിൽ കൊണ്ടുവരുന്ന ആ പെൺകുട്ടി ആഗ്രഹിച്ചു. അങ്ങനെ ആ പെൺകുട്ടി 300 കോടിയായിരുന്നു അന്ന് പാർലെ ആഗ്രോയുടെ ടോട്ടൽ വാർഷിക വരുമാനം. ആ കുട്ടി ബെയ്ലീസ് എന്ന് പറയുന്ന പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ, കുപ്പിവെള്ളം ബെയ്ലീസ്, ആ വെള്ളം ഉണ്ടാക്കിയത് മാത്രമല്ല അത് ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ടൂർസ് ആൻഡ് ട്രാവൽസ് ബസ്സുകാരോടും ഡാബ ഓണേഴ്സിനോടും എഗ്രിമെന്റ് ഉണ്ടാക്കി, കരാർ ഉണ്ടാക്കി, അവരുമായിട്ട് ചില ഡീൽ ഉണ്ടാക്കി ഇന്ത്യയിൽ ഉടനീളം ബെയ്ലീസ് എന്ന് പറയുന്ന ഈ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ആ കുട്ടി കൊണ്ടുവന്നു. ആ ബെയ്ലീസ് ഡ്രിങ്കിങ് വാട്ടറിന്റെ ഇപ്പോഴത്തെ വാർഷിക വരുമാനം 1000 crores ആണ്, 1000 കോടിയിൽ അധികമാണ്. പക്ഷെ അവർ ഫ്രൂട്ടിയെ വിടാൻ തയ്യാറായിട്ടൊന്നുമില്ല. അലിയ ഭട്ടനെ പോലുള്ള ലോകപ്രശസ്തമായ ഇന്ത്യയിലെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ അവസരത്തിലാണ് ശിവചേട്ടനും ഒക്കെ ബന്ധപ്പെടുന്നത്. അപ്പോൾ ശിവചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, തീർച്ചയായിട്ടും ഇവിടെ കൽപ്പക്കാട് ഒരു ലയൺസ് ക്ലബിനുള്ള രൂപീകരിക്കാനുള്ള ഒരു പ്രൊഫഷനുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഒന്ന് സംഘടിപ്പിക്കാനുള്ള ഒരു സമയം കണ്ടെത്തിയാൽ മതി. ഒത്തിരി ആളുകൾ നമ്മുടെ കൂടെ കൂടാൻ റെഡിയായിട്ട് നിൽക്കുന്നതായിട്ട് അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ പിന്നെ ഇതൊന്ന് സംഘടിപ്പിച്ചേക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ആണ് വീണ്ടും ശക്തമായി മുന്നോട്ട് പോകുന്നത്. In the letter of our Vice President and Program Coordinator, former President of Hemel Hempstead Association, Watford Association. Of the club, to the best of my ability, I will abide by the Lions Code of Ethics, attend meeting regularly, accept such assignments as are given to me, and contribute my share